അപ്പൊ ഇന്ന് ഞങ്ങള് കുറച്ച് ദൂരം പോവുകയാണ്, ഒരു യാത്രയിലാണ്. അപ്പൊ കൊറേ ദിവസമായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ വർഷായി. അപ്പൊ ഇന്ന് നമ്മള് അതിന് ഒരുങ്ങി ഇറങ്ങുകയാണ്. അപ്പൊ പോണ വഴിക്ക് നമുക്ക് സ്വാതികുട്ടീനെയും കൂട്ടാനുണ്ട്, സിന്ധേച്ചിന്റെ മോളെ. അപ്പൊ എല്ലാരും കൂടി ഇറങ്ങാണ്. സമയം 8 മണി ആയിട്ടുണ്ട്. അതെ, ഇന്നാണല്ലേ അത് കെട്ടുന്ന ദിവസം. അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ പോണതൊക്കെ എങ്ങോട്ടാന്ന് നമുക്ക് വഴിയേ കാണാല്ലേ. അപ്പൊ സുധാ വണ്ടിയിലൊക്കെ നാളെ നമുക്കൊരു സർപ്രൈസ് യാത്ര ഞാൻ പറഞ്ഞു. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, അതൊരു സർപ്രൈസ് ആണ് കേട്ടോ. നമ്മള് ആദ്യമായിട്ടാണ് കാര്യം നമ്മളോട് പറയാക്കാണ്ട്. അതന്നെ, അപ്പൊ അത് ഒരു സർപ്രൈസ് തന്നെയാണ്. ഒരിക്കലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യം. എന്തോ മുടി കെട്ടണല്ലേ, ഇപ്പൊ നനഞ്ഞതല്ലേ, ഉണങ്ങുമ്പോഴാണ് അത് ആകെ ഇങ്ങനെ വിടർന്ന് നിക്കുക. അപ്പൊ നമുക്ക് പോണ വയ്ക്കുന്ന എന്തെങ്കിലും കാട്ടാം. ചെറുതോട് സ്റ്റാൻഡിൽ കാത്തിക്കാണ്, സ്വാതി എത്തിയില്ല. ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തന്നെ ചെട്ടിയാറമത്തിണ്ട്. അപ്പൊ കുറച്ചു നേരം കൂടി കാത്തിക്കാള സമയമുണ്ട്. ബസ്സിലാണ് ബസ് ഒരാവിടെ നടുവത്തുനിന്ന് നേരിട്ട് പെരിന്തൽമണ്ണ ബസ് ഉണ്ട്. നേരെ അതിൽ കയറി ഇവിടെ നിന്നിട്ട് ഇറങ്ങാം. ചെറുതോട് റെഡി. അമ്മ നോക്കണം. നമ്മള് പൂന്താനം ഇല്ലത്തെത്തി. ഇല്ലത്തിന് പഠിക്കലാണ് കേട്ടോ. മുമ്പ് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും അവിടെ കയറിയിട്ട് തൊഴാൻ പറ്റില്ല, പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഭംഗിയുള്ള സ്ഥലല്ലേ പൂന്താനല്ലോ. നമ്മളെ നാട്ടിലാട്ടോ. നമ്മള് കാണുന്ന ദിവസം വരണ്ട്, കാണിച്ചു വരണം. ഇപ്പൊ നമ്മള് പോണ വഴിക്ക് വണ്ടി നിർത്തിയിട്ടിട്ടാണ് നമ്മള് കാണുന്നത് കേട്ടോ. ഞാൻ പോയിട്ടില്ല. നമുക്ക് പോകാം, ഞങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ കയറി ഇത് കൂടെ പോവാ. ഞങ്ങൾ അന്ന് പോയത് ആ സൈഡിൽ കൂടെ എങ്ങനെ പോയത് അങ്ങോട്ട് നോക്കുമ്പോ തന്നെ അറിയാട്ടോ. എന്തോ ഒരു മരങ്ങളിടയിൽ കാണില്ലേ, ഇരുട്ടായിട്ട്. അവിടെ പോകുമ്പോ തന്നെ അറിയാൻ പറ്റുള്ളൂ. പോലെ നടക്കാം. എവിടെയാ സ്ഥലം പറഞ്ഞ? തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. നല്ല തിരക്കേട്ടോ, ഞായറാഴ്ച. നോട്ടത്തെന്താ ക്ലാസ് നടക്കല്ലേ. സൗണ്ടില് പേടിയാണ്. സൗണ്ട് കുറവാണ്. ഞങ്ങളെ ഭക്ഷണത്തിനുള്ള വരിയിലാണ് കേട്ടോ. പ്രസാദൂട്ട് നല്ല തിരക്കാ. ആദ്യമായിട്ടാണ് ഇന്ന് പ്രസാദൂട്ടിൽ പങ്കെടുക്കുന്നത്. ഇല്ല പൂസ, സന്തോഷത്തിലല്ലേ. അപ്പൊ നല്ല ജനങ്ങളുണ്ട്, ഞായറാഴ്ച ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര, അമ്മയ്ക്ക് മാത്രമല്ല അമ്മ ഭക്ഷണത്തിന് വരിക്കണം കേട്ടോ. അപ്പൂസ് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്പലത്തിൽ പോയ ഭക്ഷണം കഴിക്കണത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അപ്പൂസ് അതിന് പറയുന്നതൊക്കെ ഉള്ളിൽ കൂടെ ചിരിയാണ്. എന്താ സന്തോഷാണോ? സന്തോഷാണ്. കൊറേ ആൾക്കാര് നമ്മളെ കാണുന്നവരുണ്ട് കേട്ടോ. ഓലൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞപ്പോ അതിലേറെ സന്തോഷമായി. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു അല്ലേ. പിന്നെ വേറെ കുറെ ആൾക്കാർ ഇവിടെ ഉത്സവം തുടങ്ങുകയാണ് കേട്ടോ അല്ലേ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ. പന്തൽപ്പണിയും കാര്യങ്ങളും അമ്പലത്തിൽ എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഭംഗിയല്ലേ. ഇവിടെ കുറേ മുകളിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരണം. അപ്പം അങ്ങനെ നമ്മൾ കൂട്ടിയില്ല, കുറഞ്ഞിരിക്കുക. നല്ല വെയിലാണ്. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അമ്മ മുകളിലിരിക്കുക. ഞങ്ങളിത് കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത്
എന്താന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. തോടാണോ എന്താന്ന് അറിയില്ല. കുറേ വെള്ളമൊന്നുമില്ല, നല്ല വേണ്ട, കുറേ നല്ല ആഴമുള്ള ഭാഗമാണ് ഇവിടെ. കിട്ടില്ല. അതെ, തോടല്ല, നമ്മളെ ഇടയിലും കിട്ടൂല. അതുകൊണ്ടോ ആ പാലൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. ആലും അതേപോലെ പാലൊക്കെ ഉണ്ട്. പക്ഷെ അതെ, നല്ല ഇനിയിപ്പോൾ ഉത്സവവും വരികയാണ്. അപ്പം അതിനുള്ള പണികളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഇവിടെ തന്നെ കാണിക്കുന്നത്. കാലിൽ നല്ല വേദന ഉണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയാൽ സാധി കൈ പിടിച്ചിട്ടാണ് ഇവിടേക്ക് ഇറങ്ങിയത്. നല്ല സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ കാണിച്ചാൽ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അപ്പോൾ അപ്പുറത്തൊക്കെ ആൾക്കാർ പോയി കാണുന്നുണ്ട്. ഇതെന്താ സാധനം? അപ്പൊ ഇതെന്താ, എന്താണ് അവിടുത്തെ അല്ലേ? അവിടെയൊക്കെ നല്ല രസമുണ്ടല്ലേ? കരിങ്കല്ലല്ലേ? പോവാ, നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? എത്ര ഭംഗി ഇടുന്ന കേട്ടോ. ഞങ്ങട്ടൊക്കെ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല വെയിലാണ് അവിടെയൊക്കെ. കാലൊക്കെ നിൽക്കുന്നത് അവിടെ പൊള്ളത്, നല്ല ചൂടാണ്, കാറ്റുണ്ട് കേട്ടോ. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണേ നിങ്ങൾക്ക്. രാവിലെ പോരാ. ഇതിപ്പോ സമയം എത്രയായി? 12 മണി കഴിഞ്ഞു. മൊത്തം വർക്ക് നടന്നു കൊടുക്കല്ലേ? പരിപാടി ആകുമ്പത്തിനാവും ചിലപ്പോ. കട്ടട അങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കുക, ഇങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കുക. കരിങ്കല്ലിന്റെ ഇതുണ്ട് ഇവിടെ, വെട്ടുകല്ലിന്റെ ഉണ്ട്. ഭയങ്കര വെയില. വേണ്ട, ഞാനല്ല. അയ്യോ തിരക്കാ, പൈസ വേണമെങ്കിൽ വെറുതെ ആണാ? അടുത്ത് വരൂ, അപ്പൊ നോക്കാം. എങ്ങനെയുണ്ട്? കഴിഞ്ഞോ? ഇന്നെ തെറാപ്പി വേണ്ടി വരും. ഇന്നെ തെറാപ്പി തുടങ്ങേണ്ടി വരും. തലേ കഴിക്കുക കുറവായി. അപ്പസിന് നീ സ്റ്റെപ്പ് കയറൂല കേട്ടോ. നീ സ്റ്റെപ്പ് കയറൂല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കയറിയിട്ടുണ്ടേ. അപ്പൊ നമ്മളെ കാലിന്റെ അവസ്ഥ എങ്ങനെ കൊണ്ടാണ്? എന്നിട്ട് കാലം എങ്ങനെയുണ്ട്? കാല് വയസ്സായി, അതാണ് പ്രശ്നം. അതിന്റെ തെളിവാണത്. ഇനി മകനും മരുവോളും കൂടി, മരുവോളൊക്കെ ആകുമ്പോ രണ്ടാളും അപ്പുറം അപ്പുറം പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ കെട്ടണ്ടേ? എന്താ ഭംഗിയില്ലേ സാധി പോലെ. ഞാൻ അമ്മേനെ കൊണ്ടുവന്ന് കറങ്ങട്ടെ. അമ്മ എന്താ ചെയ്യണം? വർക്ക് എടുക്കല്ലേ? എൻ്റെ ഒക്കെ ഫുള്ള് വർക്കില്ല. അമ്മമ്മയുടെ എടുക്കണം. അമ്മമ്മയുടെ ഇതാണ് ട്രൈക്കാവ് കർഷിയാണ് ഇവിടെ പ്രതിഷ്ഠ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് നോക്കിയപ്പോൾ ശരി ഫസ്റ്റ് ഇവിടെയാണ് കുറേ അല്ലേ? അമ്മയുടെ വരുമ്പോഴേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അമ്മ ഒറ്റയ്ക്കുള്ളൂ. തണുപ്പായില്ലേ ഇവിടെ? ഇപ്പോൾ തിരക്കൊഴിഞ്ഞു കേട്ടോ. 11 മണി വരെ ഇവിടെ 12:30 ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി 3 മണിക്ക് ശേഷമാണ്.
വാ. വാ. കമ്മലി കണ്ടപ്പോ അവിടെ നിന്നതാ. വാങ്ങിയിട്ട് നോക്കാലോ. അധികാരവും മറ്റേ കമ്മലാണ്. നമ്മളെ അമ്പലത്തിലൊക്കെ കഴിഞ്ഞ് പോന്നു. പാണ്ടിക്കാട് എത്തിട്ടോ. അപ്പൊ കൊറേ എന്താ പറയാ, കൊറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു. മുന്നേ പോന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ തന്നെ പറയണമെന്ന് കരുതുന്നുണ്ട്. ആ സന്തോഷമായിട്ട് പിന്നെ കൂട്ടുകാരനെ കൂട്ടിയിട്ടൊന്ന് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ വന്നപ്പോൾ ഇതേപോലെ അന്നദാനത്തിലോ ഒന്നും പങ്കെടുക്കാതെ തൊഴുത് പോകുന്നതാണ്. പിന്നെ അതിനൊക്കെ നമുക്ക് സാധിച്ചു. അപ്പൊ അതിന്റെ സന്തോഷമായി. അതെ, അതുമാണ് അസുഖം. നമ്മള് പിന്നെ അധികം ദൂരമൊന്നുമില്ല. എത്ര സ്ഥലത്തുനിന്നാ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത്. ഇതിനായിട്ട് വരല്ലേ തൊഴാനും വന്നത്. അപ്പൊ അതൊക്കെ തോന്നുന്നു വിചാരിക്കും. പിന്നെ എല്ലാത്തിനും സമയമുണ്ട് എത്തിപ്പെടാന്. അങ്ങനെ വിചാരിച്ചാല് നമ്മൾക്ക് ഇപ്പോഴാവും ഇന്ന സമയമായിട്ടുണ്ടാവുക. അതിന് നമ്മള് വരും. ഉത്സവമാണ് ഇനി വരുന്നതൊക്കെ. ഉത്സവത്തിന്റെ നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ നമ്മളെ കയ്യില്. ഞങ്ങൾ കുറെ സാധനങ്ങൾ വാങ്ങി അവിടുന്ന് തിന്നാൻ വണ്ടിയിലിട്ട് അതൊക്കെ കാലിയായി. നുറുക്ക് വാങ്ങിയത് അതൊക്കെ കഴിഞ്ഞു. ഇനിയൊരു മസാലപ്പൊരി ഉണ്ടല്ലോ, പൊരിന്റെ മസാലയാണ്. അത് എന്താ ടേസ്റ്റ് ഞങ്ങൾ നോക്കിയിട്ടില്ല. പിന്നെ എന്താ നമ്മളെ ഒരു ശർക്കര പൊതിഞ്ഞ പൊരി, അത് നല്ല മധുരം. അരിയുണ്ട പൊരിയുണ്ട, അത് കുറച്ചൊക്കെ തിന്നു. പിന്നെ ഓറഞ്ച് ഇതേപോലെ വാങ്ങി, അത് മൊത്തം തീർന്നു. പിന്നെ ഒരു വത്തക്കേൻ്റെ ഒരു പകുതി വാങ്ങിയത്. പിന്നെ ഇപ്പൊ തിന്ന രക്ഷല്ലോ, മുറിക്കണ്ടേ. അപ്പൊ അത് വീട്ടിൽ നിന്ന് നമ്മൾ ലിസ്റ്റിൽ നോക്കുകയാണേ എന്നാണ് എന്നുള്ളത്. നമ്മളെ ഉത്സവം എന്നാ തുടങ്ങുന്നത്? 16-ാം തീയതി അല്ലേ? ഇന്ന് അതെ, ഞായറാഴ്ച മംഗല്യപൂജ ഉണ്ട്. അത് കാരണം നല്ല തിരക്കാണ്, നല്ല ക്യൂ ഉണ്ട്. കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ. ഒരുപാട് ആളെ കാണാൻ പറ്റി. തിരുമാന്താംകുന്ന് കാരണം പിന്നെ അറിയപ്പെട്ട വിശേഷാൽ പൂജകളൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. കുറെ കാര്യസാധ്യ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ബാംഗ്ലൂര് പല സ്ഥലത്തുനിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു. എല്ലാവരും തിരിച്ചറിഞ്ഞ് വർത്താനം പറഞ്ഞു കേട്ടോ. മാക്സിൽ കണ്ടിട്ട് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കണ്ടപ്പോ ഒന്നും കൂടി നോക്കിയിട്ടാണ് മനസ്സിലായത്. അമ്മേനെ കണ്ടപ്പോ പറഞ്ഞു, ഇന്നെ കണ്ടപ്പോ അറിഞ്ഞില്ല. സന്തോഷനെ കണ്ടു, ഇന്നെ അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ പലരും പലതും പറഞ്ഞു. കുറെ ആളൊക്കെ നമ്മള് വിശേഷം അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തേന്നു, അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറ്റില്ല, നല്ല തിരക്കല്ലേ. അതോടെ അടുത്തുനിന്ന് കാണുമ്പോൾ നമ്മള് തൊഴുത് വരികയല്ലേ, അപ്പൊ ശരിക്കും പറയാനും പറ്റൂല. അതെ, നാളെ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഉള്ള ദിവസം. അതെ അതെ, നാളത്തെ കാര്യം ചിലത് വിശ്വസിക്കാനോ വിശ്വസിക്കണ്ടേന്ന് അറിയില്ല. അത്രയും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കാൻ പോണത്. നിങ്ങളായിട്ട് നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ്, എത്താനായി തുടങ്ങി. ഇങ്ങനെ നമ്മളെ പാറൂട്ടീനെ അവിടെ ഇട്ട് അടച്ചുകൂട്ടിയിട്ടാ പോകുന്നത്. അപ്പോൾ നമ്മൾ പോവാണ്. നാളെ നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.